ബീഹാറിൽ PSC ചോദ്യപേപ്പർ ചോർന്നതായി ആരോപണം. നിതീഷ് കുമാർ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് NDA സഖ്യകക്ഷി LJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ അതൊരു വലിയ രാഷ്ട്രീയ വിവാദവും കൂടിയായി വളരുന്നുണ്ട്. എന്താണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്? ഇതിന്റെ അന്വേഷണം, അതിന്റെ സ്വഭാവം എങ്ങനെ ബൽറാം? റിജിത്ത്, ഇതുവരെയും ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പുതിയ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നത്. പ്രത്യേകിച്ച് NDAയുടെ സഖ്യകക്ഷിയായ LJP തന്നെ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ബീഹാർ PSC നടത്തിയ ഇൻ്റഗ്രേറ്റഡ് കമ്പൈൻഡ് കോമ്പറ്റീറ്റീവ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായാണ് ആരോപണം ഉയർന്നത്. പരീക്ഷാ കേന്ദ്രത്തിന് പുറത്ത് ആ ഘട്ടത്തിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. കൂടാതെ 300ഓളം പരീക്ഷാർത്ഥികൾ പരീക്ഷ എഴുതാതെ പ്രതിഷേധിക്കുകയും തുടർന്ന് അത് ഒരു ഇൻവിജിലേറ്ററായി വന്ന ഒരു ഉദ്യോഗസ്ഥൻ ഹൃദയാഘാതവും മറ്റും ആ പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം ആരംഭിച്ചത്. അതേസമയം PSCയുടെ വിശദീകരണം എന്നുള്ളത് ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നും ഇപ്പോൾ നടക്കുന്നത് വ്യാജ പ്രചരണമാണ്, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുമാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറും അതിനെ പിന്തുണച്ച് അന്വേഷണം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത്. അതിനിടെ പ്രതിഷേധത്തിനിടെ ഒരു പ്രതിഷേധക്കാരനെ പട്ന ജില്ലാ കളക്ടർ മർദ്ദിച്ച സംഭവവും പ്രതിഷേധത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടും പ്രതിഷേധക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാൻ ആണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.